മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു? ലീഗ് അഭിപ്രായം പറയുന്നതിനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പോകട്ടെ, എ.പി. സമസ്ത ഹൈക്കമാൻഡിന് കത്തയച്ചു. എ.പി. സമസ്ത ഈ യു.ഡി.എഫിനുള്ള സംഘടനാ സംവിധാനത്തിനുള്ള സംവിധാനമാണോ? എ.പി. സമസ്ത അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ എ.പി. സമസ്തയ്ക്കെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. പക്ഷെ ഘടകകക്ഷി ഹൈക്കമാൻഡിൽ കൃത്യമായ നിലപാടെടുക്കുന്നതും അവർക്കൊരു അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, വേദനയാണ്. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തക മാധു വിളിച്ചു പറഞ്ഞതിന്, ഇതുപോലെ തുറന്നു പറഞ്ഞതിന് ആദ്യമേ തന്നെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുക. അതായത് എ.പി. സമസ്ത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് കത്ത് കൊടുത്തിട്ട് ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ലല്ലോ എന്നല്ലേ മാധു തുറന്നടിച്ചത്? അതെ, ഇവിടെ എന്തിനെതിർക്കണം? എ.പി. സമസ്ത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി അവരെന്തു പറഞ്ഞാലും ആ മതസംഘടന പറഞ്ഞതിൽ എന്തിനാളുകൾ എതിർക്കണം? അപ്പൊ അത് എതിർക്കാത്തതാണിപ്പോ മാധു ഒക്കെ വലിയ വിഷയമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ബി.ജെ.പി ഇവിടെ യഥാർത്ഥത്തിൽ CPM-കാർ, CPI-ക്കാർ, ബി.ജെ.പി ബോധമുള്ള മലയാള സമൂഹം, പൊതുസമൂഹം ഒന്നടങ്കം ലീഗിനെയാണ് വിമർശിക്കുന്നത് എന്നുമാണ് മാധു കൃത്യമായിട്ട് തുറന്നു പറയുന്നത്. അതിൽ ബി.ജെ.പി ലീഡേഴ്സ് മാത്രമാണ് രംഗത്തെത്തിയിട്ട് തുറന്നടിക്കുന്നത്. ലീഗ് ചെയ്തത് നെറികേടാണ്, അത് മതേതര കേരളത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് അത് അപകടമാണ്, ലീഗ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് എന്ന് ബി.ജെ.പി ലീഡേഴ്സ് രംഗത്തെത്തി തുറന്നടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തുറന്നു പറച്ചിലുകൾ കൊണ്ടൊക്കെ തന്നെ ബി.ജെ.പിയിലേക്ക് ബോധമുള്ള ആളുകൾ വലിയ രീതിയിൽ ആകൃഷ്ടരാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കമന്റ് ബോക്സുകളിലൂടെയൊക്കെ തന്നെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം മാധു എടുത്തു പറഞ്ഞതിൽ കൃത്യമായിട്ട് സകല മലയാളികളും തിരിച്ചറിയണം, ബി.ജെ.പി ഒരു മതത്തിനെതിരല്ല. ബി.ജെ.പിക്ക് എ.പി. സമസ്ത ഒരു കത്ത് ഹൈക്കമാൻഡിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു ബി.ജെ.പി നേതാവും ഈ സമയം വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവർക്കത് പ്രശ്നമല്ല. അത് മതത്തിന്റെ കാര്യം, മത നേതാക്കന്മാർ അവർക്ക് താല്പര്യമുള്ളത് വിളിച്ചു പറയുന്നു. അതേസമയം മതത്തെ മുതലെടുത്ത് മതത്തെ വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗ് വ്യക്തമായിട്ട് ഇന്ന ആള് തന്നെ ആവണമെന്ന് പറഞ്ഞ് അതേ ആള് തന്നെ ആവുന്നതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. എ.പി. സമസ്ത എന്തെങ്കിലും പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിലല്ലേ കോൺഗ്രസ് നേതാക്കന്മാരെടുക്കും. പക്ഷെ ഈ മതത്തെ ഒറ്റയടിക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ആ മതത്തിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശം ഉയർത്തിപ്പിടിച്ച് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നത് അപകടം തന്നെയാണ് മാധു. അത് ബുദ്ധിയും വിവരവും ഇല്ലാത്തത് കൊണ്ടാ ആ വിഷയം ഇങ്ങനെ മനസ്സിലാവാതെ മുന്നോട്ട് പോകുന്നത്. ഒരു മതപാർട്ടി പറഞ്ഞല്ലോ, അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അഭിപ്രായമല്ല മാധു പറഞ്ഞിട്ടുള്ളത്, അഭിപ്രായമല്ല, മറിച്ച് ഭീഷണിപ്പെടുത്തല നടന്നിട്ടുള്ളത്. ഇവിടെ നാദാപുരം കോൺഗ്രസിന്റെ MLA ഒരു കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു വെക്കുക, അങ്ങനെ എത്ര അനുഭവങ്ങള്. ഇവിടെ ഇതേ വിഷയം മാത്യു കൊയൽനാടന് ലീഗിന്റെ കാര്യം നോക്കണം, കോൺഗ്രസ് തീരുമാനിച്ചോളുമെന്ന് KPCC ഉപാധ്യക്ഷനായിട്ടുള്ള മാത്യു കൊയൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഈ പറയുന്ന ലീഗിന്റെ കോട്ടകളിലൊക്കെ തന്നെ പിന്നീട് മാത്യു കൊയൽനാടിനെതിരെ പോസ്റ്ററുകൾ ഉയർന്നിട്ടില്ലേ? അത് ഭീഷണിയല്ലേ? ഇതൊക്കെയാണോ അഭിപ്രായ പ്രകടനം? കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ സാധിക്കില്ല എന്ന് ഇതിലൂടെ മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞില്ലേ? ഇപ്പൊ ഈ മാധു ഒക്കെ പറയുന്നു ലീഗ് അഭിപ്രായമല്ല, ലീഗ് ഭീഷണിപ്പെടുത്തലാണ് നടത്തിയത്. വയനാട്ടിലൊക്കെ പോസ്റ്ററുകൾ ഉയർന്നിട്ടില്ലേ? വ്യക്തമായിട്ട് പോസ്റ്ററുകൾ ഉയർന്നു. അമേഠി ആവർത്തിക്കുമെന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ തന്നെ പോസ്റ്റർ ഇറക്കിയിട്ടില്ലേ? ഇതിനൊന്നും നാഥനുണ്ടാവില്ല, ആളുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടെ ഇനി VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ലീഗ് പ്രവർത്തകരല്ലേ അത്യുത്സാഹത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്തെത്തിയിട്ട് വലിയ പ്രകടനങ്ങൾ, അതും മറ്റു മത നേതാക്കന്മാർക്ക് എതിരെ പോലും തങ്ങളുടെ ആള് മുഖ്യമന്ത്രിയായി ഇനി മറ്റുള്ള മതത്തിലെ നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ ചവിട്ടിത്തേക്കും എന്ന തരത്തിൽ പ്രകടനങ്ങൾ വിളിച്ചത് മുസ്ലിം ലീഗ് അല്ലേ? ഇതൊക്കെയാണോ ലീഗിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ? ഇതൊന്നും അഭിപ്രായ പ്രകടനങ്ങളല്ല. മാധു എന്താണിതൊക്കെ തിരിച്ചറിയാത്തതുപോലെ ലീഗിന് വേണ്ടി സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ
മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. KC വേണുഗോപാലിനായിരുന്നു കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ. 43 MLA-മാർ പിന്തുണച്ചു എന്ന് വ്യക്തമാക്കി കോൺഗ്രസിന്റെ AICC പ്രധാനപ്പെട്ട നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ. 63 MLA-മാരിൽ 43 കോൺഗ്രസ് MLA-മാരും KC വേണുഗോപാലിന് വേണ്ടി കൈയടിച്ച സമയത്ത്, ഈ വോട്ടു ചെയ്ത സമയത്ത് കോൺഗ്രസ് അത് അംഗീകരിച്ചില്ല. കോൺഗ്രസിന് 63 എന്ന കോൺഗ്രസ് MLA-മാരെക്കാൾ വലുത് 22 എന്ന ലീഗിന്റെ MLA-മാരാണ് എന്നുള്ളത് കേരളം മൊത്തം തിരിച്ചറിഞ്ഞതല്ലേ. ലീഗ് പിടിവാശി പിടിച്ചത്, ലീഗ് അഭിപ്രായ പ്രകടനങ്ങളല്ല, സകല മാധ്യമങ്ങളോടും കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അടിയന്തര യോഗം ചേരുന്നു. ഒരു പ്രതീതി കേരളത്തിൽ ലീഗ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത്, ലീഗ് ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രതീതി അവർ മനഃപൂർവ്വം കേരളത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് അവർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സകല മാധ്യമങ്ങളെയും കൊട്ടിഘോഷിച്ചുകൊണ്ട് അവർ നിരന്തരം മീറ്റിങ്ങുകൾ നടത്തുക. ഞങ്ങൾ ഇന്ന മണിക്ക്, ഇന്ന 11, 12 വൈകിട്ട് ഈവനിങ്, ആകെ തോന്നുന്നത് പോലെ ആളുകൾ രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് സമ്മർദ്ദം നിരന്തരം ചെലുത്തിക്കൊണ്ടിരിക്കുക. നിരന്തരം AICC മുസ്ലിം ലീഗ് അറിയിച്ചോ, ഭീഷണിപ്പെടുത്തലല്ലാതെ അതെന്ത്? അല്ല, ഈ ലീഗ് മാത്രമാണോ? മറ്റു മുന്നണികൾ അഭിപ്രായം പറഞ്ഞതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗ് നിരന്തരം രംഗത്തെത്തിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സകല പ്രവർത്തകരും ഈ പറയുന്നത് പോലെ സതീശന് വേണ്ടി തെരുവിലൊന്നും ഇറങ്ങിയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് സതീശന് വേണ്ടിയിട്ട് ലീഗിന്റെ ഒരു പട തന്നെ അണിനിരന്നിട്ടുണ്ട്. ഇതൊക്കെ ബോധമുള്ള മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞതാ. മാധുവിനോട് ഏതായാലും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാനുള്ളത്, ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരാൾ പോലും മതത്തിനൊന്നുമല്ല എതിർക്കുന്നത്, മറിച്ച് ലീഗിനെയാണ്. അതേതായാലും മാധു ഇത് തുറന്നു പറഞ്ഞത്, AP സമസ്ത ഒരു കത്തയച്ചിട്ട് അതിനെതിരെ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് അതാണ് മാന്യത. അത് പറയേണ്ട ആവശ്യമില്ല. അതവര് പറയുന്നു, അതൊക്കെ എത്രത്തോളം പോവും? അതൊന്നും ഒരു MLA-മാര് പോലും ഇല്ലാത്ത വേറൊരു തരത്തിലൊരു സംഘടന, മതപരമായ ഒരു സംഘടന, അവർക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒരു മതത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും എടുത്ത് ആ മതത്തിന്റെ പേരിൽ ഒരാളെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊന്നും നമ്മുടെ പൊതുസമൂഹത്തിന് ചേർന്നല്ല. അതൊന്നും മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മതവും മതവിശ്വാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ലീഗ് ചെയ്യുന്നത് ആ മതത്തെ വിറ്റ് അത് അട്ടുമുടിച്ച് മുന്നോട്ട് പോകുന്നൊരു തരത്തിലാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. തറക്കല്ലാത്ത വിഷയമാണ്. ലീഗിനെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് എതിർക്കുമ്പോഴേക്ക് സകലയാൾ, ഇപ്പൊ CPM-കാർക്ക് പോലും CPM നേതാക്കന്മാർ കുടുങ്ങിക്കിടുക. ലീഗിനെതിരെ പറയുമ്പോഴേക്ക് ലീഗ് നേതാക്കന്മാർ പറയോ എന്ത് മതത്തിനെതിരെയാ എന്ന്. അപ്പോ ഇടത് നേതാക്കന്മാരങ്ങ് കുടുങ്ങും. ഈ ഒരു എല്ലാ രീതിയിലുള്ളൊരു റാങ്കും കൊടുത്തതും ഇടതുപക്ഷ. ലീഗിനെതിരെ പറഞ്ഞാൽ അത് മതത്തിനെതിരെയോ എന്ന രീതിയിൽ അവർ കുറച്ചു കാലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഏതായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, ലീഗിനെയാണ് എതിർക്കുന്നത്, ഒരു മതപാർട്ടിയാണ് എതിർക്കുന്നത്, ഒരിക്കലും ഒരു മതത്തിനെ അല്ല ഇവിടെ ആരും എതിർക്കുന്നത്. ഈ സതീശനെ തിരഞ്ഞെടുത്തതിലും എതിർക്കുന്നത് ഒരു മതപാർട്ടി, ഒരു മതത്തെ മുതലെടുത്തുകൊണ്ട് കുറച്ച് ആളുകൾ ഉണ്ടാക്കിയ ആ രാഷ്ട്രീയ പാർട്ടിയാണ് ബോധമുള്ള ആളുകൾ എതിർക്കുന്നത്. അവർ പലതും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പല രീതിയിലും അവർ പലതും കണ്ടിട്ടുണ്ടാവും. ഒരു തർക്കമില്ലാത്ത വിഷയം. അതൊക്കെ നമുക്ക് വരും നാളുകളിലെ കാണാൻ സാധിക്കൂ. ഒരു മതത്തെ മൊത്തമായിട്ട് തങ്ങളുടേതാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതൊന്നും ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. അപ്പൊ മാധു ഏതായാലും AP സമസ്തക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ തുറന്നു പറഞ്ഞതിന് ഒരിക്കൽ കൂടി നന്ദി പറയും. ലീഗിനെതിരെ ലീഗ് തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു മതപാർട്ടി പറയുന്നതിനനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ വന്നു എന്ന് പറയുന്നത് എത്ര പരിതാപകരമാണ്. അത് മതേതര മനസ്സിൽ ഒരു വലിയ കീറൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.